മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നമ്മുടെ പ്രവീണും മസ്താനിയും ആര്യനും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. അപ്പോൾ പ്രവീൺ ആര്യനോട് പറയുന്നത്, നിനക്ക് പുതപ്പിനടിയിൽ പുതച്ചുമുടി കിടക്കാനല്ലേ അറിയൂ, നീ വേറെ എന്ത് കണ്ടന്റാണ് ഇവിടെ കൊടുക്കുന്നത്, പോന്ന് പറയുന്നു. ആര്യൻ അപ്പോൾ തിരിച്ച് ചൂടാകുന്നുണ്ട്. ആ സമയത്ത് റെന ഫാത്തിമ എന്താണ് അവരങ്ങനെ പറഞ്ഞത്, പുതപ്പിനടിയിൽ എന്താണ്, അങ്ങനെയൊക്കെ സംസാരിക്കുന്നു. അത് നമ്മുടെ മസ്താനി കയറി പിടിക്കുന്നു. നീയും പുതപ്പിനടിയിൽ പോയി കിടക്കാറില്ലേ, ജിസയിലും നീയും പുതപ്പിനടിയിൽ എന്താണെന്ന് ചോദിക്കുന്നു. അത് കേട്ടതും റെന ഫാത്തിമ പൊട്ടിക്കരയുകയാണ്. കരയുവാണെന്ന് പറഞ്ഞാൽ അന്യായ കരച്ചിലാണ്, നിർത്താതെ ഏങ്ങലടിച്ച് പൊട്ടി കരയുകയാണ്. പലരും ആശ്വസിപ്പിക്കാൻ വരുന്നുണ്ട്, പക്ഷേ റെനയുടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ രീതിക്ക് കരയുകയാണ്. എനിക്ക് തോന്നുന്നു റെന പേടിച്ചു പോയെന്ന് തോന്നുന്നു. മസ്താനി റെനേനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നതല്ലേ, നീ പുറത്തോട്ട് ചെല്ല, ആ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നെ കേറ്റില്ല, നിന്റെ സ്വഭാവമെല്ലാം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, നീ പുറത്തിറങ്ങ്, നിന്റെ അറബി കല്യാണം കഴിഞ്ഞു എന്നൊക്കെ ഞാൻ അറിഞ്ഞു, നിന്റെ സംസ്കാരം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി, നിന്റെ ഫാമിലി ഇങ്ങനെയാണോ നിന്നെ പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത്, അങ്ങനെ പലതും മസ്താനി പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ റെനയ്ക്ക് പിന്നെയും സങ്കടം സഹിക്കാൻ വയ്യാതെ വീണ്ടും കരയുവാണ്. ആദില വരെ, ഇന്നലെ വഴക്കുണ്ടാക്കിയ ആദില വരെ റെനേനെ ആശ്വസിപ്പിക്കാൻ വരുന്നുണ്ട്. എന്നിട്ട് ആദില പറയുന്നത്, അവൾ നിന്നെ പ്രൊവോക്ക് ചെയ്യാനും കരയിപ്പിക്കാനും വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അവരുടെ മുമ്പിൽ അപ്പം നീ കരയാതെ നിൽക്കണം, അതാണ് വേണ്ടത്, നീ കരയരുതെന്നൊക്കെ. അപ്പോൾ റെന പറയുന്നത്, ഇവരെ എന്നെക്കുറിച്ച് നെഗറ്റീവ് ഇമേജാണ് പുറത്തു കൊണ്ടുവരുന്നത്, അതുമല്ല എന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ, അത് ഞാൻ സഹിക്കും, പക്ഷെ എൻ്റെ ഫാമിലിനെയും ആലിബിനെയും പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ ആലിബിൻ എന്ന് പറയുന്നതാണ് റെനയുടെ ലവർ, അങ്ങനെ കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചതാണെന്നാണ് പറയുന്നത്. ഈ വൈൽഡ് കാർഡായി 5 പേര് കയറിയപ്പോൾ മുതൽ എല്ലാവരും മാറി പറയുന്നൊരു കാര്യമാണ് പുതപ്പിനടിയിലെ കാര്യമെന്ന്. പക്ഷേ റെനയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടില്ലെന്ന് നമുക്ക് 100% പറയാൻ സാധിക്കും. റെനയും ജിസയിലും പലതവണയും പുതപ്പിനടിയിൽ പുതച്ച് കിടക്കാറുണ്ട്. 24 മണിക്കൂർ ലൈവ് കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പക്ഷെ അങ്ങനത്തെ ഒരു തെറ്റൊന്നും ആ കുട്ടി ചെയ്തിട്ടില്ല. പിന്നെ പ്രവീൺ പറഞ്ഞതുപോലെ ആര്യനും ജിസയിലും തമ്മിലുള്ള കാര്യമാണെങ്കിൽ അതും അവർ പുതപ്പിനടിയിൽ പുതച്ചു മൂടി കിടക്കുന്നതും വർത്താനം പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും തെറ്റായിട്ടുള്ള ഒരു കാര്യം ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ അനുമോള് കണ്ടെന്ന് പറയുന്നു, മസ്താനി കണ്ടെന്ന് പറയുന്നു, ജിഷിൻ കണ്ടെന്ന് പറയുന്നു. ചിലപ്പോൾ നമ്മൾ ലൈവിൽ കാണുന്നതും ക്യാമറയിൽ കാണുന്നതൊന്നും ആയിരിക്കില്ലല്ലോ ഇവർ നേരിൽ കാണുന്നത്. അതെന്താണെന്നൊക്കെ നമുക്ക് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ അറിയാം. എന്തായാലും റെന ഫാത്തിമ ശരിക്കും പേടിച്ചു പോയി. മസ്താനി എനിക്ക് തോന്നുന്നു റെനയെ മെൻ്റലി ബ്രേക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാകാം ഈ ഒരു കാര്യത്തിൽ റെനയും കൂടി കൊണ്ടിട്ടത്. കാര്യം ആദ്യം തുടങ്ങിയത് ആര്യനും ജിസയിലും തമ്മിലുള്ള പുതപ്പിനിടയിലെ കാര്യമായിരുന്നു. മസ്താനിയാണ് അതിലേക്ക് റെനേനെയും കൂടി കൊണ്ടിട്ടത്. ചിലപ്പോൾ മെൻ്റലി ബ്രേക്ക് ആക്കാൻ വേണ്ടിയാകാം. പക്ഷെ എന്തായാലും മസ്താനിയുടെ ശ്രമം ഇവിടെ വിജയം കൊണ്ടു. റെന മെൻ്റലി വളരെ വീക്കായി പൊട്ടി കരയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.